ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വേണമെങ്കിലും സെയിൽ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താലേ കൂടുതൽ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത നാരങ്ങ ചേർത്ത് കൊടുക്കാം. കയ്പുള്ള നാരങ്ങയാണെങ്കിൽ നാരങ്ങയുടെ കയ്പ് മാറാനായിട്ട് കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് സമയം നാരങ്ങ ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ കയ്പെല്ലാം മാറും. അപ്പോൾ ഇതുപോലെ നിറയെ ചൂടുവെള്ളം എടുത്ത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ചൂട് മാറുന്നത് വരെ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോവുകയുള്ളൂ. ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നാരങ്ങ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട നാരങ്ങ വെള്ളം വാർന്നു കഴിഞ്ഞ് ഊറ്റാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് വെയിലത്ത് കുറച്ച് സമയം അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഈ നാരങ്ങയിൽ ഒട്ടും തന്നെ ഈർപ്പം കാണാൻ പാടില്ല. ഈർപ്പം ഉണ്ടായാൽ നാരങ്ങ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇത് 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നാരങ്ങയെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഉപ്പാണ്. ഇത് 3 ദിവസം ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് 3 ദിവസം വെച്ചിരിക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കേണ്ടതാണ്. എങ്കിലേ ഉപ്പ് നന്നായിട്ടൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ആരും വീഡിയോ കണ്ടിട്ട് ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ദിവസവും 11:30-ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഉപ്പിലിട്ട് 3 ദിവസം വച്ചിരിക്കുക. എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വറ്റൽമുളക് നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തതാണ്. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണിത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും അതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരമായിട്ട് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഈ വറ്റൽമുളക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലെണ്ണയാണ്. 100 ml ഒരു കുപ്പിയും അതിൻ്റെ പകുതി ഭാഗവുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഇത്രയും എണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല നിറയെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായൊക്കെ നല്ല രീതിയിൽ വന്നാലേ അച്ചാറിന് നല്ലൊരു മണമൊക്കെ കിട്ടുകയുള്ളൂ. ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉലുവാപ്പൊടി ഇതുപോലെ സ്പൂണിന് 1.25 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 100 വറ്റൽമുളകാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് പൊടിച്ചത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇത് നല്ല സാധാരണ നമ്മൾ നാരങ്ങ തയ്യാറാക്കുന്നതിനും വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് നാരങ്ങയെല്ലാം ഉണക്കിയതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. ബാക്കി വറ്റൽമുളക് കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കാത്തത് ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഒരു 1/2 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കൂടുതൽ നാളിരിക്കണമെങ്കിൽ വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കണം.
ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ചൊവ്വയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണക്കി വെച്ചിട്ടുള്ള നാരങ്ങയാണ്. ഇതാ കണ്ടില്ലേ, ഇത്രത്തോളം ഉണക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് ഉണങ്ങി കിട്ടണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉണക്കിയ നാരങ്ങ അച്ചാറിടാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ശാലു കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്താലേ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയൂ. എന്നിട്ടിത് ഈർപ്പമുള്ള സ്പൂണോ ഒന്നും ഉപയോഗിച്ചെടുക്കാൻ പാടില്ല. ഈർപ്പം എല്ലാം മാറിയ സ്പൂൺ വെച്ച് നമുക്ക് കോരി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.